ഹലോ, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നൊരു കുക്കിംഗ് വീഡിയോ ആണ് ചെയ്യുന്നത്. നമ്മൾ സാധാരണ വീട്ടിലുണ്ടാക്കുന്ന ഒരു ചിക്കൻ കറിയാണ് വയ്ക്കുന്നത്. നാടൻ ചിക്കൻ കറിയാണ്. അതിനാവശ്യമായ ചിക്കൻ കഴുകി വൃത്തിയാക്കിയതിന് ശേഷം അതിലേക്ക് ഉപ്പ്, മഞ്ഞൾപ്പൊടി, ചിക്കൻ മസാല, സ്വല്പം വെളിച്ചെണ്ണയും ചേർത്ത് നന്നായി യോജിപ്പിച്ചെടുക്കുക. അതിലേക്ക് അല്പം വെള്ളം ഒഴിച്ച് കുക്കർ നന്നായി അടച്ച് അടുപ്പത്ത് വെച്ചതിന് ശേഷം ഒറ്റ വിസിലേ അടിക്കാവുള്ളൂ. ഒരുപാട് വിസിൽ, അതായത് 2-3 വിസിലൊക്കെ അടിച്ചാൽ കുക്കറിനകത്തിരിക്കുന്ന ചിക്കൻ കണ്ടമാനം വെന്തു പോവും. ഒരു വിസിലടിച്ചതിന് ശേഷം വാങ്ങി വയ്ക്കുക. അതിലേക്ക് ആവശ്യമായ ഇഞ്ചി വെളുത്തുള്ളി ചതച്ചെടുക്കണം. അതിനാവശ്യമായ സവോള, പച്ചമുളക് ഇതും എടുത്ത് വയ്ക്കണം. അതിലേക്ക് ഇനി നമുക്ക് വേണ്ടത് മുളക് പൊടി, മല്ലിപ്പൊടി, ചിക്കൻ മസാല, ഗരം മസാല. സാധാരണ ഗരം മസാല ഇടാറില്ല, ഞാൻ ഉപയോഗിക്കും. അല്ലെങ്കിൽ നമ്മൾ കുരുമുളക് പൊടിയാണെങ്കിൽ അതിലേക്ക് ഇടാവുന്നതാണ്. കുക്കറിനകത്തേക്ക് ചിക്കൻ വെന്തു. അപ്പോൾ അടുത്തത് ചട്ടി ചൂടായി. അതിലേക്ക് എണ്ണ ഒഴിച്ച് കടുക് പൊട്ടിക്കുക. അതിലേക്ക് നമ്മൾ ചതച്ച് വെച്ചിരിക്കുന്ന ഇഞ്ചിയും വെളുത്തുള്ളിയും ഇട്ട് കൊടുക്കുക. പച്ചമുളക്, സവോള അതിൻ്റെ കൂടെ തന്നെ ഇട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കണം. അതിലേക്ക് അത് ഇളക്കിയതിന് ശേഷം നന്നായി വഴഞ്ഞതിന് ശേഷം നമ്മളെ പൊടികൾ, അതായത് നമ്മുടെ ചിക്കൻ വെന്തു അതിന് ശേഷം നമ്മൾ എല്ലാ പൊടികളും കുറേശ്ശെ എടുക്കാനുള്ള. പച്ചമുളക് ഇട്ടതുകൊണ്ട് നമുക്ക് എരിവ് ഒരുപാട് ഞങ്ങൾക്ക് പറ്റില്ല. ഇപ്പോൾ ഇത് നമ്മൾ കാശ്മീരിയുടെ പൊടിയാണ് ഉപയോഗിച്ചിരിക്കുന്നത്, അതുകൊണ്ടാണ് ഇത്രയും കളർ തോന്നുന്നത്. സാധാരണ എല്ലാവരുടെ എരിവ് അനുസരിച്ച് ഉപയോഗിക്കുക. അതിലേക്ക് നമ്മൾ വെന്ത് വെച്ചിരിക്കുന്ന ചിക്കൻ അതിലേക്ക് ഒഴിച്ച് കൊടുക്കുക. ഒറ്റ തിളയ്ക്കാവുള്ളൂ. അതിന് ശേഷം നമ്മൾ ചിക്കൻ വെന്തതിന് ശേഷം നമ്മൾ ഒരു തിളച്ചതിന് ശേഷം വാങ്ങി വയ്ക്കണം. ചോറിൻ്റെ കൂടെയോ ചപ്പാത്തിയുടെ കൂടെയോ നന്നായിട്ട് കഴിക്കാൻ പറ്റും. ഒരുപാട് എരിവ് പാടില്ല എന്ന് മാത്രമേ ഉള്ളൂ. നന്നായിട്ട് രുചികരമായിട്ട് ചിക്കൻ കറി കഴിക്കാം. അപ്പം എല്ലാവരും വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കുക. ടാറ്റാ.